പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളും കണ്ടാലും മതിവരാത്ത കാഴ്ചകളുമുള്ള ക്ഷേത്രമാണ് തിരുച്ചിറപ്പള്ളി ശ്രീരംഗത്തെ ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം. ഭൂമിയിലെ ഒന്നാമത്തെ പുണ്യസ്ഥലമായി കരുതുന്ന ഇവിടം കാവേരി നദിക്കും അതിന്റെ പോഷക നദിയായ കൊല്ലിടം നദിക്കുമിടയിലുള്ള ചെറുദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ മഹാക്ഷേത്രങ്ങളിൽ മഹാക്ഷേത്രമായ രംഗനാഥസ്വാമി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ നമുക്കൊന്നറിയാൻ ശ്രമിക്കാം. ലോകത്തിൽ നിത്യപൂജ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ക്ഷേത്രമാണ് രംഗനാഥസ്വാമി ക്ഷേത്രം. ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന തിരുച്ചിറപ്പള്ളി രംഗനാഥസ്വാമി ക്ഷേത്രത്തിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിപ്പമുള്ള ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. കൊത്തുപണികളും കൽത്തൂണുകളും നിറഞ്ഞ മണ്ഡപങ്ങളാണ് രംഗനാഥസ്വാമി ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഭഗവാൻ വിഷ്ണുവിന്റെ 8 സ്വയംഭൂ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം. അതിനാൽ തന്നെ ഇന്ന് ഭൂമിയിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം വെച്ച് ഏറ്റവും പരിശുദ്ധമായ ക്ഷേത്രമായാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. 7 മതിലുകൾക്കുള്ളിലായാണ് ഇവിടുത്തെ വിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ 7 ചുറ്റമ്പല വീഥികളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ഇതിനു പുറമെയുള്ള 3 എണ്ണത്തിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ, കച്ചവടക്കാർ തുടങ്ങിയവരാണ് ഉപയോഗിച്ചു പോരുന്നത്. ബാക്കിയുള്ള 4 എണ്ണത്തിലാണ് ക്ഷേത്രം നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തെക്കോട്ടാണ് ഇവിടത്തെ ശ്രീകോവിലിന്റെ ദർശനം എന്നതും ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു. തല ഉയർത്തി നിൽക്കുന്ന 21 ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. അതിശയിപ്പിക്കുന്ന തലയെടുപ്പോടെ നിൽക്കുന്ന ഇവയിൽ 236 അടി ഉയരമുള്ള രാജഗോപുരമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരം എന്നതും ഈ ക്ഷേത്രത്തിന്റെ പ്രശസ്തി ഉയർത്തി കാണിക്കുന്നു. വെറും 1ഉം 2ഉം രാജവംശങ്ങളുടെ സംഭാവനയല്ല ഇന്ന് കാണുന്ന ഈ ക്ഷേത്രം. പല്ലവ രാജാക്കന്മാർ, പാണ്ഡ്യർ, ഹെയ്സാല രാജാക്കന്മാർ, നായക് വംശകർ തുടങ്ങി എണ്ണമറ്റ രാജവംശമാണ് ഈ ക്ഷേത്രത്തിന്റെ ഇന്ന് കാണുന്ന പ്രൗഢഗംഭീരമായ നിലനിൽപ്പിന് പിന്നിൽ. 155 ഏക്കർ സമുച്ചയത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രവർത്തിക്കുന്ന ഹിന്ദു ക്ഷേത്രമെന്ന് ഈ ക്ഷേത്രം പലപ്പോഴും പരാമർശിക്കപ്പെടുന്നു. അതായത് 155 ഏക്കറിലായി പരന്നു കിടക്കുന്ന ഈ ക്ഷേത്രം നമ്മുടെ ശരീരത്തോടും ആത്മാവിനോടും ബന്ധപ്പെട്ട 7 ചക്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന 7 പ്രകാരങ്ങളോ സംയുക്തങ്ങളോ ഉപയോഗിച്ച് ഭക്തരെ സ്വാഗതം ചെയ്യുന്നു. കോമ്പൗണ്ട് ഏരിയയ്ക്കുള്ളിൽ 81 ആരാധനാലയങ്ങളും 21 അതിശയിപ്പിക്കുന്ന ഗോപുരങ്ങളും 39 വലിയ പവലിയനുകളുമുണ്ട്. വിപുലമായ കൊത്തുപണികളോടെ കല്ലിൽ നിർമ്മിച്ച ഈ സമുച്ചയത്തിൽ മധ്യകാലഘട്ടത്തിലെ മതപരവും സാമൂഹികവുമായ സ്വാധീനങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്ന 800-ലധികം ലിഖിതങ്ങളുണ്ട്. സംസ്കൃതം, തമിഴ്, കന്നഡ, തെലുങ്ക്, മറാത്തി, ഒഡിയ എന്നിങ്ങനെ രംഗനാഥസ്വാമി ക്ഷേത്രത്തിലെ ചരിത്ര ലിഖിതങ്ങൾ പ്രധാനമായും 6 പ്രധാന ഇന്ത്യൻ ഭാഷകളിൽ നമുക്ക് കാണാൻ സാധിക്കും. 100 തൂണുകളുടെ ഒരു ഹാളാണ് ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലെ ശ്രദ്ധേയമായ വാസ്തുവിദ്യാ ഘടകം. 13ാം നൂറ്റാണ്ടിനും 15ാം നൂറ്റാണ്ടിനും ഇടയിൽ നിർമ്മിച്ച ഈ ഗ്രാനൈറ്റ് ഘടനയിൽ ഒരു മണ്ഡപവും മധ്യഭാഗത്ത് വാട്ടർ ടാങ്കുകളുമുണ്ട്. യോദ്ധാക്കളുടെ അത്ഭുതകരമായ ശില്പങ്ങൾ ഉൾക്കൊള്ളുന്ന 8 മോണോലിത്തിക് തൂണുകളും നമുക്കിവിടെ കാണാനാകും. 155 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഇപ്പോഴത്തെ ക്ഷേത്ര സമുച്ചയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് 14ാം നൂറ്റാണ്ടിലാണെന്ന് ചരിത്രരേഖകളിൽ കാണപ്പെടുന്നു. എങ്കിലും അതിനു മുൻപേ തന്നെ ഇവിടെ പ്രതിഷ്ഠയുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. ഉത്തരേന്ത്യയിൽ നിന്നുള്ള സുൽത്താൻമാരുടെ പടയോട്ടത്തിൽ നശിക്കാറായ ക്ഷേത്രം പിന്നീട് പുനർനിർമ്മിക്കുകയായിരുന്നു. 3 നൂറ്റാണ്ടോളം നീണ്ടുനിന്നു ഈ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നതാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. പിന്നീടും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പടയോട്ടങ്ങളിൽ ആക്രമിക്കപ്പെട്ടെങ്കിലും കാലത്തെയും പ്രകൃതി ദുരന്തങ്ങളെയും അതിജീവിച്ച ഈ വൈഷ്ണവ ആരാധനാലയം വലിയ പോറലേൽക്കാതെ നിലകൊണ്ടുപോരുന്നു. ഒരു കാലത്ത് തമിഴകം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിൽ വലിയ പ്രചാരം നേടിയിരുന്ന വൈഷ്ണവ മതത്തിന്റെ ആസ്ഥാന കേന്ദ്രമായിരുന്നു ഈ ക്ഷേത്രം. ഇന്നും ആയിരക്കണക്കിന് ഭക്തരും രാജ്യത്തിനകത്തും പുറത്തു നിന്നുമുള്ള സഞ്ചാരികളും ദിനംപ്രതി ഇവിടെ എത്തുന്നു. നിങ്ങൾ വിശ്വാസികളാണെങ്കിലും അല്ലെങ്കിലും ഒരു തവണയെങ്കിലും ഇവിടം വരെ ചെല്ലണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം വിശിഷ്ടമായ വാസ്തുശില്പചാരുതയും അതിശയിപ്പിക്കുന്ന കൊത്തുപണികളും കൊണ്ട് സമ്പന്നമാണ് ഈ ക്ഷേത്ര സമുച്ചയം. ശ്രീകോവിലുകൾക്കും മണ്ഡപങ്ങൾക്കും പുറമെ 17 വലിയ ഗോപുരങ്ങളും ഉപദേവന്മാരുടെ 50-ലധികം ശ്രീകോവിലുകളും 9 കുളങ്ങളുമുള്ള ഈ ക്ഷേത്രവളപ്പിനുള്ളിൽ ഒരു ഓട്ടപ്രതിഷ്ഠം നടത്തി കാഴ്ചകൾ കണ്ടുവരാൻ 3-4 മണിക്കൂറുകൾ നിങ്ങൾ ചെലവഴിക്കേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.